ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ PV അൻവറിന് ജാമ്യം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, എന്തെങ്കിലും ഉപാധികളോടുകൂടിയാണോ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? വനം മന്ത്രി തന്നെ ഈ അറസ്റ്റിൽ അസ്വാഭാവികതയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാഷ്ട്രീയപരമായി കൂടി പല വഴിത്തിരിവിലേക്ക് ഇത് നീങ്ങുന്നു. കൂടുതൽ UDF നേതാക്കൾ പിന്തുണയുമെത്തുന്ന സാഹചര്യത്തിൽ കോടതിയിലും UDF നേതാക്കളുടെ സാന്നിധ്യമുണ്ടോ? അപർണ, നിരുപാധിക ജാമ്യമാണ് ഇപ്പോൾ PV അൻവറിന് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ അപേക്ഷ തള്ളുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ തന്നെ കേസിൽ അഭിഭാഷകർ പറഞ്ഞിരുന്നത് PV അൻവറിനെ രാഷ്ട്രീയമായ വിരോധം വെച്ച് കുടുക്കാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദമാണ് അഭിഭാഷകർ കോടതിയിൽ നടത്തിയത്. അതായത് ഈ സംഭവം ഉണ്ടായിട്ട് 12:20 ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കസ്റ്റഡി നടപടികളുണ്ടായി. പക്ഷേ അതിനുശേഷം വൈകുന്നേരം 4 മണിക്കാണ് ഇതിൽ FIR രേഖപ്പെടുത്തുന്നത്. ആ FIRൽ അൻവറിൻ്റെ പേര് മാത്രമാണുള്ളത്. അന്ന് അൻവറിൻ്റെ കൂടെ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ പേര് അതിലുണ്ടായിരുന്നില്ല. അതുതന്നെ അൻവറിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് എന്ന് കോടതിയിൽ അഭിഭാഷകർ വാദിച്ചിരുന്നു. അതുപോലെ തന്നെ കസ്റ്റഡി വാങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റ് പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയാണ്. അതിന് കസ്റ്റഡിയിൽ വാങ്ങേണ്ട കാര്യമില്ലെന്നും അൻവറിൻ്റെ അഭിഭാഷകർ വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അൻവറിനെ പ്രതി ചേർത്തു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തു എന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്നും റിലീസിംഗ് ഓർഡർ കോടതിയിൽ നിന്നും പുറത്തിറങ്ങും. അതുമായിട്ട് DMKയുടെ പ്രവർത്തകരെങ്കിൽ അഭിഭാഷകർക്ക് തവനൂർ ജയിലിലേക്ക് ചെന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ സാധിക്കും. എന്നാൽ 7 മണിയോടെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയുമെന്നൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് 2 മണിക്കൂറിലധികം ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക്. ആ ഒരു കാലതാമസം മാത്രമായിരിക്കും ഉണ്ടാവുക. അൻവറിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും രാവിലെ മുതൽ വലിയ DMK പ്രവർത്തകരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും DMK പ്രവർത്തകർ വിധിയറിഞ്ഞ് ഇവിടേക്ക് നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസ് നേരത്തെ ഈ ജാമ്യത്തെ എതിർക്കുകയും ജാമ്യം അനുവദിക്കരുത്, പകരം അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അൻവറിൻ്റെ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. അല്പസമയത്തിനകം റിലീസിംഗ് ഓർഡർ കോടതിയിൽ നിന്നും ഇറങ്ങും. ഇന്ന് തന്നെ അൻവറിന് തവനൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകുമെന്നാണ് കരുതുന്നത്. അപർണ. അനുമോദ, ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് എന്നുകൂടിയായിരുന്നല്ലോ അൻവർ മാധ്യമങ്ങളോട് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതികരിച്ചത്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്തു. ആ തരത്തിലുള്ള പ്രതികരണങ്ങളും ആ കേസ് തന്നെ നിലനിൽക്കുന്നതല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കുമൊക്കെ UDF കടക്കാനുള്ള സാഹചര്യമുണ്ടോ? അതോ ഈ പ്രസ്താവനകളിൽ തന്നെ അവസാനിക്കുമോ?